ഹലോ എവ്രി വൺ, ഞാൻ വീണ്ടും വന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബാബാസ് പറഞ്ഞ് ഏൽപ്പിക്കാൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അവള് വീഡിയോയിൽ വരാത്തതും അവളൊന്നും നിങ്ങളോട് താങ്ക്സ് വരാത്തതൊക്കെ ബിക്കോസ് അവൾക്ക് എന്തോ EP എക്സാം അങ്ങനെ എന്തോ ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അത് ഭയങ്കര ഹാർഡാണ്. അപ്പൊ അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് പരീക്ഷ ഇപ്പോഴാണെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അവളുടെ പരീക്ഷയൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ഹാർഡ് വർക്കിലാണ് ആള്. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവളെ സപ്പോർട്ട് ചെയ്യുന്ന അവള് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്നേഹവും എല്ലാം അറിയിക്കുന്നവള്. പിന്നെ ഇനി എൻ്റെ പാർട്ടിലേക്ക് കിടക്കാം. ഞാനിവിടെ എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു നിർത്തിയത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നിർത്തിയത് നെസ്സിയുടെ അടുത്ത് പോയി നെസ്സിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ നെസ്സിയുടെ അടുത്ത് എത്തി. നെസ്സിക്ക് എന്നെ കണ്ടു മനസ്സിലായില്ല. അവള് ഞാൻ സത്യത്തില് തമിഴ്ത്തി എന്ന് വിചാരിച്ചിട്ടോ. തമിഴ്ത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ വരുന്ന തമിഴ്ത്തികളാണ്. തമിഴ്ത്തികളെന്ന് പറയാൻ പാടില്ല, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണ് അവള് വിചാരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ അവള് ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ സൽമാൻ എന്നൊക്കെ കൃത്യമായിട്ട് പേര് പറയണമെങ്കിൽ അവള് വിശ്വസിച്ചു. പിന്നെ അവിടെ നിന്ന് പിന്നെ എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ കൂടെ. അപ്പൊ പുള്ളി ആദ്യം അകത്തേക്ക് കയറി വന്നില്ല. പിന്നെ പുള്ളി അവിടെ ചിങ്ങല സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അന്നേരം താമസിച്ചത്. സോറി കേട്ടോ, ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റ് അല്ല, ഇടുക്കി ഡിസ്ട്രിക്റ്റാണ് എന്റെ ഇത്തൊക്കെ ഉള്ളത്. എന്റെ കുടുംബിച്ചിയുടെ കുടുംബക്കാരൊക്കെ ഉള്ളത്. ഞാൻ എറണാകുളം കാലടി എറണാകുളം ആയതുകൊണ്ട് ഞാൻ എറണാകുളം അങ്ങ് പറഞ്ഞു പോയതാണ്. അത് കെരീക്ക് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, മോളെ എറണാകുളം അല്ല വാവേ, ഇടുക്കി ഡിസ്ട്രിക്റ്റാന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ആ സമയത്ത് അവര് ചിങ്ങന സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവരും റെന്റിനായിരുന്നു അന്നേരം താമസിക്കുന്നത്. അന്നേരം അവിടെ ചെന്ന് പിന്നെ അകത്തൊക്കെ കയറി. പിന്നെ അവള് കുറെ കാര്യമൊക്കെ ചെയ്ത് എന്നെ കണ്ട്. പിന്നെ നെസ്സിയുടെ മക്കളൊക്കെ കുഞ്ഞു മക്കളായിരുന്നു. മൂന്ന് മക്കളാണ് നെസ്സിക്കുള്ളത്. അവരൊക്കെ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. പക്ഷെ ഇപ്പൊ അവര് പറയൂട്ടോ. എന്നിട്ട് അങ്ങനെ അവിടെ നിന്നു. പിന്നെ കുറച്ചുനാൾ അവിടെ നിന്നപ്പോ കെരീക്ക എന്റെ ഹസ്ബൻഡിന് കെട്ടിടത്തിന്റെ പണിയില്ലേ, മേസ്ത്രി പണി എന്ന് പറയും. അപ്പൊ എറണാകുളത്തൊക്കെ മേസ്ത്രി പണി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടില് കെട്ട് പണി എന്നാ അങ്ങനെ എന്താ പറയുന്നത്. അപ്പൊ മേസ്ത്രി പണിയായിരുന്നു പണി. അപ്പൊ കെരീക്ക അവിടെ ചെന്നപ്പോ വണ്ണപ്പുറം ഭയങ്കര മുസ്ലിങ്ങളുടെ ഏരിയ ആണ്. അത് മാത്രല്ല കെരീക്കയുടെ വീട്ടുകാരൊക്കെ ഭയങ്കര ദയനീയമുള്ളതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമുള്ളതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ പുള്ളി കെരീക്ക ഒരു മേസ്ത്രി ആയിട്ട് പരിചയപ്പെടുത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരാഴ്ച വരെ കെരീക്കയുടെ അടുത്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് കെരീക്കയുടെ അടുത്ത് നിന്ന്. അപ്പൊ പുള്ളി കൊണ്ടുപോയി ഒരു മേസ്ത്രീനെ പരിചയപ്പെട്ടു കൊടുത്ത് അവിടെ പണിക്കൊക്കെ പോകാൻ തുടങ്ങി. ബട്ട് പണിക്ക് പോകും, പകലൊക്കെ പണിക്ക് പോകും, പള്ളിയിൽ പോകും. ഭയങ്കര എന്താ പറയാ, പണ്ട് നമ്മുടെ മാമന്റെ അടുത്ത് നിന്ന അതേ അവസ്ഥ തന്നെയായി. ബട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ കുടിച്ചിട്ട് വരും. രാത്രിയിൽ കുടിച്ചിട്ട് വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദിയും അടിയും പിടിയും. നീ എന്നെ അങ്ങനെ ആക്കിയോട് ഇങ്ങനെ ആക്കോടെന്ന് പറഞ്ഞിട്ട്, നീ എന്നെ പണിക്ക് വിടുപടി എന്ന് പറഞ്ഞിട്ട് എന്നും ഒരു ദിവസം ഇല്ലാതെ രാത്രി പ്രശ്നം. പക്ഷെ ഞാൻ ആരോട് പറയില്ല, കാരണം അന്നൊന്നും എനിക്ക് ആരോട് പറയാനും തോന്നില്ല. പുള്ളി പണിക്ക് പോകുന്നുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരണുണ്ട്. രാത്രി പ്രശ്നം ഉണ്ടാക്കും. കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുള്ളി ഞാൻ കിടന്നുറങ്ങിപ്പോവും. പിന്നെ ചില ദിവസങ്ങളിൽ പണിക്ക് പോകില്ല, തലവേദന എന്ന് പറയും. പുള്ളി എപ്പോഴും ഒരു തലവേദന എന്ന് പറഞ്ഞു. കള്ളു കുടിച്ചില്ലെങ്കിൽ പുള്ളിക്ക് തലവേദന ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുടിക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ തലവേദന എന്നും പറഞ്ഞിരിക്കും. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ ഒരു ദിവസം, കൂടുതൽ നാളൊന്നും ആയില്ല കേട്ടാ, കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഒരു ദിവസം രാത്രിയില് പുള്ളി പണിക്കൊക്കെ പോണെന്ന് പറഞ്ഞിട്ട് രാവിലെ പോകും. എന്നിട്ട് രാത്രിയില് പള്ളിയുടെ മദ്രസയിൽ, വണ്ണപ്പുറത്ത് പള്ളിയുടെ മദ്രസയിൽ വന്ന് ഉറങ്ങിപ്പോയപ്പോ പള്ളിയിൽ വരുന്ന ബാങ്ക് കൊടുക്കാൻ വരുന്ന മുക്കറിയാണോ ഉസ്താദാണോ എന്നറിയില്ല, ആരോ കണ്ടു പുള്ളീനെ വിളിച്ചെണിപ്പിച്ച്. പുള്ളി പബ്ലിസിറ്റി ആക്കിയില്ല, കാരണം കെരീക്കയുടെ ഫാമിലി പെട്ടതായതുകൊണ്ട് അവർക്ക് അങ്ങനെ പബ്ലിസിറ്റി ആക്കാനൊരു അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് കെരീക്കയുടെ ആൾക്കാര്.
കെരീക്കാനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യണം നമ്മള്. അന്നേരം കെരീക്ക പറഞ്ഞു, ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം അങ്ങനെ പറഞ്ഞു. പിന്നെ കെരീക്ക സംസാരിച്ചും തോന്നുന്നുണ്ട് പുള്ളിയുടെ അടുത്ത്. കെരീക്ക സംസാരിച്ച് പിന്നെ വണ്ണപ്പുറത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ആ സമയത്ത്. കാരണം പള്ളിയിലൊക്കെ കള്ളു കുടിച്ചിട്ട് പള്ളിയിലൊക്കെ പോയി കിടക്കാന്ന് പറഞ്ഞാൽ, പള്ളിയിലാണോ മദ്രസയിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ ഇതിൽ പെട്ടതിലൊന്നുമില്ല, മദ്രസയിലാന്നാണ് കെരീക്ക പറഞ്ഞത്. അങ്ങനെ അവിടെ പിന്നെയും പണിക്കൊന്നും പോകാതെയായി പുള്ളി. പിന്നെ ഇതൊക്കെ അറിഞ്ഞ് കെരീക്കയും കൂടെ ഇതായപ്പോ പുള്ളി എന്റെ അടുത്ത് ഒന്നുകൂടെ ദേഷ്യമായി, നിന്റെ ചേട്ടത്തിയുടെ ഭർത്താവ് ആരടി, അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാന്ന് പറഞ്ഞിട്ട് പൂര വഴക്ക്. അതിനിടയ്ക്ക് എനിക്കറിയില്ലായിരുന്നു പുള്ളിയുടെ വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എന്നെ വിളിക്കലൊന്നുമില്ല, അങ്ങനെ മോമിയായിട്ട് എപ്പോഴും വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത വീട്ടിലേക്ക് വിളിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു, മോമിക്ക് ഒട്ടും സുഖമില്ല, നമുക്ക് പോണം, മോമിനെ കാണും. മോമിക്ക് എന്തോ അസുഖമായിരുന്നു കേട്ടോ. അന്ന് എന്താ അസുഖം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ പുള്ളിക്കാരത്തി ഓൾമോസ്റ്റ് എവരിഡേ ഹോസ്പിറ്റലിലും അങ്ങനത്തെ കാര്യങ്ങളുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പൊ മോമിക്ക് എപ്പോഴും എന്തോ സീരിയസ് ആണ്, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും പോയേ പറ്റുള്ളൂ, മോമിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോവില്ല എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, പക്ഷെ മോമിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പറഞ്ഞു ഓക്കെ. 2 ദിവസം അങ്ങനെ 2-3 ദിവസം കടന്നുപോയി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അവിടെ പുള്ളിയുടെ പെങ്ങളുടെ വീട് സ്ഥലമാണെന്ന് ഞാൻ ഇതിന്റെ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. സത്യത്തില് അത് തറവാടായിരുന്നു, പക്ഷെ പുള്ളിക്കാരത്തിയാണ് വീട് പണിതത് ഗൾഫിൽ പോയി കഴിഞ്ഞ പിന്നെ. അപ്പൊ പുള്ളി വിളിച്ച് അവരുടെ അടുത്ത് ഒച്ചപ്പാട് ഉണ്ടാക്കണ്ടായിരുന്നു, എനിക്ക് എന്റെ വീതം വേണമെന്നും പറഞ്ഞിട്ട്. അതൊന്നും എനിക്കറിയില്ല കേട്ടോ സത്യത്തില്, അത് പിന്നീടാണ് ഞാൻ അവിടെ അത് കഥയിൽ വരണേ ഉള്ളൂ. അപ്പൊ എന്നോട് പിന്നെ ഒരു ദിവസം പറഞ്ഞു, അവിടുന്ന് എൽസി എന്നാണ് ഗൾഫിലുള്ള പെങ്ങളുടെ പേരിട്ടോ. ഇപ്പോഴാണ് ഓർമ്മ വന്നത് എനിക്ക്, കാരണം പുള്ളിക്കാരത്തിയുടെ പേര് വേറെ മാറ്റിയതാണ്. അപ്പൊ പുള്ളിക്കാരത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ വീട് സ്ഥലമൊക്കെ വേറെ, ആ വീട് സ്ഥലം പുള്ളിക്കാരത്തി എടുത്തിട്ട് എല്ലാവർക്കും മറ്റു 2 പെങ്ങന്മാർക്കും ഇയാൾക്കും സ്വത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സ്വത്തൊന്നും വേണ്ട, ഞാൻ എന്തായാലും അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വരാം, എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പോയി. പുള്ളിക്കാരത്തി വീട്ടിലേക്ക് പോയില്ല, മോമീന്റെ അടുത്ത്. പുള്ളിക്കാരന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ കൊച്ചച്ഛനും വെല്ലച്ഛനും ഒക്കെ താമസിക്കുന്ന നെയ്ബറായിട്ട് തന്നെ അടുത്തടുത്താണ് താമസിക്കുന്ന. അവരും മുസ്ലിം ഫാമിലി ഉണ്ട്, പക്ഷെ ഇവരും ഉണ്ട് അടുത്തടുത്ത്. അപ്പൊ അവിടെ ചെന്ന് കൊച്ചാപ്പന്റെ വീട്ടിലേക്കേറ്റ് പോയി. അവിടെ നിന്നാണ് മോമി മാത്രം വന്നുള്ളൂ കേട്ടോ. അപ്പനും കൊച്ചാപ്പനുമായിട്ട് മിണ്ടില്ല. മോമി വന്ന് അവിടെ അവരോട് എന്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചു. സംസാരിച്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാണിക്യമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ എറണാകുളം ഡിസ്ട്രിക്ട് തന്നെയാണ്, കാലടിന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പൊ മാണിക്യമംഗലത്ത് ഒരു വീട് കൊടുക്കാനുണ്ട്, ലക്ഷ്യം വീട് എന്ന് പറയപ്പോ. ലക്ഷ്യം വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളനി വീട്. അപ്പൊ അവിടെ ഒരു ബിക്കോസ് മിനി എന്ന് പറഞ്ഞ പെങ്ങൾ അവിടെയായിരുന്നു താമസിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് അവര് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് പേരെടുത്ത് പറയുന്നത്. അപ്പൊ മാണിക്യമംഗലം മിനി എന്ന് പറഞ്ഞൊരു പെങ്ങള് അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ മിനിയുടെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അമ്മയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയുടെ തീരുമാനം ഇവർ സ്വീകരിക്കും. അമ്മേനെ ഇവർക്ക് ഈ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മിനിനെ പൊന്നു പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർക്ക് ആ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മാണിക്യമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അവിടെ ഒരു ലക്ഷം വീട് കൊടുക്കാനുണ്ട്, അത് ഞങ്ങൾക്ക് മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ തീരുമാനമായിട്ട് എന്നെ വീട്ടിൽ വന്ന് രാത്രിയിൽ കള്ളുടിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നു. വണ്ണപ്പുറം കാലടിയായിട്ട് ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. അപ്പൊ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ മാണിക്യമംഗലത്തേക്ക് മാറണേ. മാണിക്യമംഗലത്തേക്കോ, നമുക്ക് ഇവിടെ നിന്നാ പോരെ, ഇവിടെ ഈ ഒറ്റ റൂമായിരുന്നു ഞങ്ങൾ താമസിച്ച, ഒരു ചെറിയ റൂം. അപ്പൊ പുള്ളി പറഞ്ഞില്ല, അമ്മയ്ക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല, ഒരു മോനല്ലേ ഉള്ളൂ. എന്റെ മന്ത്രിക്ക് ഒരു മോനാണ്, 3 പെങ്ങന്മാരാണ്, 3 പെൺപിള്ളേരാണ്. അപ്പൊ മോളെ തെസ്നീനെ കാണാതെ മോമിക്ക് ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് മോമിക്ക് ഇങ്ങനെ പെട്ടെന്ന് അസുഖം കൂടണേന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു ഞാൻ കാരണം ആ വീട്ടിലേക്ക് പോവില്ല എന്ന് എനിക്ക് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു.
തറവാട് വീട്ടിലേക്ക്. നമ്മൾ വേറെയല്ലേ താമസിക്കുന്നത്, അപ്പൊ പിന്നെ ആരും നമ്മളെ ശല്യം ചെയ്യാനൊന്നും വരുമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് വണ്ണപ്പുറത്തുനിന്ന് പിന്നെ കരീക്കാനോടൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോളെ എന്തായാലും അവൻ നന്നായി ജീവിക്കുകയാണെങ്കിൽ മോള് പോയിക്കോ, അവിടെ സ്ഥലം വീടും മേടിച്ച് വേറെ എല്ലാം താമസിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ സ്ഥലം വീടൊക്കെ മേടിച്ച് 50,000 റുപ്പീസ് സെറ്റ് ആയിരുന്നു അന്നത്തെ ആ ലക്ഷം വീടിന്. അങ്ങനെ ചിങ്ങൽ സിറ്റിയിലേക്ക് താമസം മാറ്റി. ചിങ്ങൽ സിറ്റിയിലും പോട്ടെ, മാണിക്യമംഗലത്തേക്ക്, ചിങ്ങൽ സിറ്റിയിൽ നിന്ന് മാണിക്യമംഗലത്തേക്ക് താമസം മാറ്റി. മാണിക്യമംഗലത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്ന് ഒച്ചപ്പാടുള്ള ആളെ ഞങ്ങള് വീണ്ടും കോണ്ടാക്ട് ഒന്നും ഇല്ല കേട്ടോ ആരുമായിട്ട്. വണ്ണപ്പുറത്തേക്ക് വിളിക്കലില്ല, അങ്ങനെ വലിയ ആരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. ആ സമയത്ത് പുള്ളി കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ എന്നോട് പറയില്ല. എനിക്ക് അവിടെ അടുത്തൊന്നും ഫോണൊന്നുമില്ല എവിടെയും, എനിക്കൊരു ആരെ കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയില് പുള്ളി പറഞ്ഞു, ഞാൻ വാളാട് വരെ പോവാണ്, വയനാട്ടില് മാമന്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട്, മാനന്തവാടിയുള്ള മാമന്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പോയില്ല. പുള്ളിക്കാരൻ പകലൊക്കെ എവിടെയോ പോയിരുന്ന് രാത്രി ഒരു 10-12 മണിയായപ്പോ ഞാൻ മോള് ഉറങ്ങണ സമയത്ത് കുടിച്ച് പമ്പരായിട്ട് കയറി വന്നിട്ട് പറഞ്ഞു, നിനക്കറിയോടി, നിന്റെ വെല്ലുമിച്ച് പോയടി എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലാവില്ല, സത്യത്തില് എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു, നിന്റെ വെല്ലുമിച്ച് പോയി, ഞാൻ ഉമ്മിച്ചിനെ ഞാൻ വെല്ലുമിച്ചിന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, വെല്ലുമിച്ച് മരിച്ചു എന്ന് പറഞ്ഞു. പുള്ളിക്ക് പറയാനൊന്നും പറ്റണമെന്നില്ല, എന്തൊക്കെയോ രീതിയിൽ പുള്ളി അത് പറഞ്ഞു ഒപ്പിച്ചു. ഞാൻ വെല്ലുമിച്ച് മരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്റെ ഉമ്മിച്ചി ആ സമയത്ത് ഗൾഫിലായിരുന്നു കേട്ടോ. എന്റെ ഉമ്മിച്ചിയും കണ്ടിട്ടില്ല എന്റെ വെല്ലുമിച്ചിനെ മരിക്കുന്ന സമയത്ത്. ഉമ്മിച്ചി മരിച്ചപ്പോ ഞാനും ഉമ്മിച്ചിയും ഞങ്ങൾക്ക് രണ്ടാക്കും കാണാൻ പറ്റിയിട്ടില്ല. ഉമ്മിച്ചിക്ക് അതെന്നും സങ്കടമാണ്, എന്റെ ഉമ്മിച്ചിക്ക് അത്രയ്ക്ക് സങ്കടമാണ്, വെല്ലുമിച്ചിനും കാണാൻ പറ്റിയിട്ടില്ല എന്റെ ഉമ്മിച്ചിക്ക്. അപ്പൊ പുള്ളിക്കാരത്തി അങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചു, നിന്റെ വെല്ലുമിച്ച് മരിച്ചുപോയി, 40 കഴിഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളിക്കാരനോട് ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, എന്നോടൊന്നും പറയില്ല എന്നേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞില്ല, ഞാൻ പോണെന്നും പറഞ്ഞ് കരയല്ലോ, അതുകൊണ്ടെന്തുകൊണ്ട് പറഞ്ഞില്ല. അന്ന് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ നിന്റെ വെല്ലുമിച്ച് മരിച്ചു എന്ന് പറഞ്ഞു. അന്നേരം വെല്ലുമിച്ച് മരിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ പറയാ, എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല കാര്യമൊന്നും. ഞാൻ കുറെ ഇരുന്ന് കരഞ്ഞു. അന്ന് രാത്രി മൊത്തം ഞാൻ കരഞ്ഞു, പിറ്റേ ദിവസം കരഞ്ഞു. കാരണം വെല്ലുമിച്ചിക്ക് ഞങ്ങളെന്ന് പറഞ്ഞ മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര മക്കളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു വെല്ലുമിച്ചിക്ക്. വെല്ലുമിച്ചി എന്നും എന്റെ അടുത്ത് പറയായിരുന്നു, മോളെ ഈ കഷ്ടപ്പാടൊക്കെ മാറും, മോളെ സഹിക്കണേനൊക്കെ അല്ല എന്നെങ്കിലും ഇത് കാണാതിരിക്കില്ല, എല്ലാ കഷ്ടപ്പാടും മാറും, എന്റെ മോള് നല്ല നിലയിലെത്തും എന്നും വെല്ലുമിച്ചിന്റെ അടുത്ത് പറയായിരുന്നു. വെല്ലുമിച്ചിയുടെ അനുഗ്രഹം ഒരുപാട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ അന്ന് മൊത്തം കരഞ്ഞു. പിന്നെ ഉമ്മിച്ചിയും കണ്ടിട്ടില്ലല്ലോ വെല്ലുമിച്ചി മരിച്ചിട്ട്. അത് ഞങ്ങൾക്ക് രണ്ടാക്കും വെല്ലുമിച്ചിയെ കുറിച്ച് ഓർക്കാനും പോലും പറ്റില്ല, അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു വെല്ലുമിച്ചിയായിരുന്നു. അങ്ങനെ വെല്ലുമിച്ച് മരിച്ചെന്ന് പറഞ്ഞ് പുള്ളി കുടിച്ച് കൂത്താടി വന്ന് പുള്ളിക്കാരെ ഉണ്ടാക്കണ്ട്. പക്ഷെ ഞാൻ മോളെയും കൊണ്ട് കരഞ്ഞോണ്ട് അവിടെ ഇരുന്നു. ഞാൻ ഇപ്പൊ പറയുമ്പോ വെല്ലുമിച്ചി ഉണ്ടായിരുന്നെങ്കിൽ വെല്ലുമിച്ചിനെ പൊന്നുപോലെ നോക്കിയതെന്ന്. വെല്ലുമിച്ചിക്ക് ഒന്നുമില്ലായിരുന്നു അന്നത്തെ കാലത്തൊന്നും, പാവം വെല്ലുമിച്ചി. ഇപ്പൊ ഞങ്ങക്ക് വെല്ലുമിച്ചിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സോറി ഗൈസ്. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കാലങ്ങളല്ല കേട്ടോ, മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. സമയത്ത് എന്റെ ഉമ്മിച്ചി ഗൾഫിൽ നിന്ന് വന്നു. ഉമ്മിച്ചി വന്നപ്പോഴാണ് കേട്ടോ കഥകൾ കിടക്കുന്നത്. ഉമ്മിച്ചി ഗൾഫിൽ നിന്ന് വന്നു. അപ്പൊ ഉമ്മിച്ചി ആ സമയത്ത് ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്യില്ല. ഉമ്മിച്ചിക്ക് അറിയോ ഇല്ല, പേടിയാണ്. അങ്ങനെ വണ്ണപ്പുറം, വയനാട്, കാലടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദൂരാണ്. ഒരു ദിവസത്തെ ഒരു 12 hours യാത്രയുണ്ട്. അപ്പൊ ഉമ്മിച്ചിയുടെ ആങ്ങളുടെ മോൻ താജിക്കാന്ന് പറഞ്ഞൊരിക്കുണ്ട്. ആ ഇക്കാനെയും കൂട്ടിയിട്ട് വണ്ണപ്പുറത്ത് വന്നിട്ട് എന്നെ കാണാൻ വേണ്ടി ചിങ്ങൽ സിറ്റിക്ക് വന്നു. കാരണം കെരീക്കാട് അടുത്ത അഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടുന്ന് താജിക്കയും ഉമ്മയും കൂടെ എന്നെയും കൊച്ചിനെയും കാണാൻ വേണ്ടിയിട്ട് മാണിക്യമംഗലത്തേക്ക് വന്നു. മാണിക്യമംഗലത്ത് വന്നപ്പോ പകലാട്ടോ, രാവിലെ അവരെത്തി. കാരണം മാണിക്യമംഗലം
വണ്ണപ്പുറമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് എത്തിയപ്പോ മൈ ഹസ്ബൻഡ് നല്ല വെള്ളത്തിലായിരുന്നു. പുള്ളിക്കാരൻ താജ്ഖാനെ ഉമ്മാനെ കണ്ടതും വാക്കത്തി എടുത്തിട്ട് താജ്ഖാനെ പെരക്കി ചുറ്റും ഓടിച്ചു. നീ ആരടാ ഞങ്ങളുടെ വീട്ടിൽ വരാ, ഉമ്മ ആരാ ഞങ്ങളുടെ വീട്ടിൽ വരാന്നും പറഞ്ഞിട്ട് ഉമ്മയാണെങ്കിൽ പേടിച്ച് വിറച്ച് ഒന്നും പറയണ്ട. അങ്ങനെ താജിക്ക് അവിടെ നിന്നൊന്നുമില്ല കേട്ടോ. താജിക്കാണെങ്കിൽ വേറെ താജിക്കന്ന് ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഇതൊന്നും ഇല്ലല്ലോ. അന്ന് വയനാടൊക്കെ താമസിക്കുന്ന ആളല്ലേ. താജിക്ക് ശരിക്കും പേടിച്ചു കേട്ടോ. അവിടെ മൊത്തം നമ്മുടെ ആൾക്കാരും ഇല്ല. അത് മാത്രല്ല നമുക്ക് സപ്പോർട്ടിന് ആരും ഉണ്ടാവും അറിയില്ല. പക്ഷെ സപ്പോർട്ടിനുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അയൽവക്കക്കാരൊക്കെ എന്നും സങ്കടമായിരുന്നു എന്റെ കാര്യം ഓർത്തിട്ട്. അപ്പൊ താജിക്കൊക്കെ അറിയില്ലല്ലോ അതൊന്നും. അവര് വന്ന് കേറിയല്ലുള്ളൂ. അങ്ങനെ കത്തി എടുത്തിട്ട് ഓടിച്ചിട്ട് അവരെ താജിക്ക് പറഞ്ഞു, മോളെ ഞാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് താജിക്ക് ഉമ്മയും കൂടെ തിരിച്ചുപോയി. അപ്പൊ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. കൊച്ചിനൊന്ന് തൊടാൻ പോലും പുള്ളി സമ്മതിച്ചില്ല. മര്യാദയ്ക്ക് ഓടിയാണെങ്കിൽ വെട്ടിക്കോയില്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരന്നേരം തിരിച്ചുപോയി താജിക്ക് ഉമ്മയും കൂടെ. അത് കഴിഞ്ഞിട്ട് കരീക്ക വന്നതിന് കൃത്യമായിട്ട് ഓർക്കണില്ല. പക്ഷെ കരീക്കന്റെ അടുത്ത് പറഞ്ഞു. കരീക്കയും സൂപ്പിമോളും കരീക്കയുടെ രണ്ടാമത്തെ മോളും കൂടെ വന്ന് അത് കഴിഞ്ഞപ്പോ വന്നപ്പോ അയലൊക്കക്കാര് കരീക്കാനെ പിടിച്ച് വളഞ്ഞിട്ടു. അയലൊക്കക്കാരാട്ടോ വളഞ്ഞിട്ടത്. കാരണം പുള്ളി അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ അയലൊക്കക്കാര് വളഞ്ഞിട്ടിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ കൊച്ചിനെ ഇയാൾക്ക് കെട്ടിച്ചു കൊടുത്ത്, നിങ്ങൾക്ക് പെമ്മക്കൾ അധികമായി പോയായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാന്നും പറഞ്ഞ് കരീക്കാനെ കൊള്ള ചൂടായി. അയലൊക്കക്കാരും എല്ലാരും പെങ്ങളുടെ മോമിയും എല്ലാരും കൂടെ കരീക്കാനെ ഇട്ട് പൊരിച്ചന്നവിടെ. കരീക്ക അന്നാണ് സത്യത്തിലെല്ലാം മനസ്സിലാക്കുന്നത് കേട്ടോ. കരീക്കാനെ നിർത്തി പൊരിച്ചവിടെ. അപ്പൊ എന്നോട് കരീക്ക പറഞ്ഞു, അന്ന് മോളൊരു കാര്യം ചെയ്യ്, കൊച്ചിനെ എടുത്തിട്ട് എന്റെ കൂടെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അവിടെ വന്ന് വെച്ചിട്ട് ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വരാന്ന് പറഞ്ഞിട്ട് കരീക്ക പറഞ്ഞു എന്തായാലും അങ്ങോട്ട് പോവാ, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വണ്ണപ്പുറത്തിന് പോയപ്പോ അവിടെ പിന്നെ ഞാൻ മാണിക്യമംഗലത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ മാണിക്യമംഗലത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് വണ്ണപ്പുറത്ത് നസീയുടെ അടുത്ത് നിന്ന് കുറച്ചു ദിവസം നസീയുടെ അടുത്ത് നിന്നിട്ട് ആ സമയത്ത് പുള്ളി എന്ത് പണിയെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് സ്ഥലമൊക്കെ വിറ്റു. ഈ പുള്ളിയുടെ പേരിലാണല്ലോ മേടിച്ചു കൊടുത്തിരിക്കുന്നത്, എന്റെ പേരിലല്ലല്ലോ, ഞാൻ മരുമകളല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലുള്ളവർക്ക് മരുമക്കൾ എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും മരുമക്കൾ തന്നെയാണ്. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ചില ആൾക്കാരുണ്ട് കേട്ടോ, നല്ല പൊന്നു പോലെ നോക്കുന്ന ആൾക്കാർ. എന്റെ ഫാമിലി തന്നെ ഉണ്ട്. മരുമക്കളല്ല, മക്കളെക്കാളും സ്വന്തം പൊന്നുപോലെ നോക്കുന്ന ഫാമിലീസാണ് എന്റെ മൊത്തം ഫാമിലീസും. അപ്പൊ വണ്ണപ്പുറത്തേക്ക് പോയി. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മിച്ചി, ഞാൻ വണ്ണപ്പുറത്ത് പോയപ്പോ ഉമ്മിച്ചി പറഞ്ഞെന്റെ അടുത്ത് പുള്ളി ഉമ്മിച്ചിക്ക് ലെറ്റർ ചെയ്തിരുന്നെന്ന്, പൈസ വേണമെന്ന്, സ്ഥലമേക്ക് സുഖമില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ്. പിന്നെ വീട് മേടിക്കുന്ന സമയത്ത് ഉമ്മിച്ചിയുടെ അടുത്ത് 15,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഉമ്മിച്ചിക്ക് ലെറ്റർ ചെയ്തുന്ന കാര്യം. കാരണം എന്റെ ഉമ്മിച്ചിയുടെ അനിയത്തിയുടെ ഒരു മോനുണ്ട് ഷൗക്കത്ത് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയുടെ അടുത്ത് അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് ഫോൺ വിളിയൊന്നുമില്ലല്ലോ. അപ്പൊ ഉമ്മിച്ചി പൈസ അയച്ചു കൊടുത്തതൊക്കെ പിന്നെ ഉമ്മിച്ചി വന്നപ്പോഴാണ് ഞാൻ അറിയണം. ഉമ്മിച്ചി ഇടയ്ക്കിടയ്ക്ക് 2,000 5,000 ഉമ്മിച്ചിക്ക് അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പോലും ഉമ്മിച്ചിക്ക് അവിടെ. കാരണം അറബികളുടെ വീടല്ലേ, സൗദി അറേബ്യയിലായിരുന്നു ആ ടൈമിൽ ഉമ്മിച്ചി. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ല, ഉറക്കമില്ല, അങ്ങനെ കഷ്ടപ്പെട്ട പൈസ ഉമ്മിച്ചിരുന്നു അയാൾ മേടിച്ചെടുത്തത്. അതൊക്കെ ഉമ്മിച്ചി വന്നു കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത്. ഉമ്മിച്ചി എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നിട്ട് ആ പൈസയും കൂടെ ആ വീടിന് കൂട്ടിയിട്ടുണ്ടായി. പക്ഷെ എന്നെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ടൈമില് നിന്റെ വീട്ടിൽ നിന്നൊന്നും തന്നിട്ടില്ല, എന്റെ വീട്ടുകാർ മേടിച്ചു തന്നെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞൊക്കെ ഒച്ചപ്പാടുണ്ടാക്കണം. അതിന് 15,000 രൂപ. അന്ന് ഉമ്മിച്ചിക്ക് എത്രയോ നിസ്സാര പൈസയാണ് അറബിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അതന്നെ എല്ലാ മാസവും ഒന്നും അവര് കൊടുക്കുകയില്ല പോലും. അങ്ങനെ ഉമ്മിച്ചി പറഞ്ഞ് അങ്ങനെ ഒരു അറിവ്. ആ സമയത്ത് പുള്ളി എന്ത് പണിയെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് അവിടെ വെറുതെ കിടക്കുകയല്ല, ഞാനത് വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇനി അങ്ങോട്ട് വരണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ ഉമ്മിച്ചിയും പിന്നെ കൊച്ചും സിംഗിൾ സിറ്റിയിലായിട്ടുള്ളത് നസീരുടെ അടുത്ത് മാണിക്യമംഗലത്ത്. പുള്ളി മാണിക്യമംഗലത്ത് പോയിട്ട് ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട്
അവരുടെ നിന്ന് കുറച്ച് പൈസ മേടിച്ച് വീട് സ്ഥലം 2-3 മാസം കൊണ്ട് അവർക്ക് എഴുതി കൊടുക്കേണ്ട വന്നു പോലും. എത്രയും മേടിച്ചതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വന്ന് വണ്ണപ്പുറത്ത് നിന്ന് അങ്ങനെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കുടിച്ചാലും അങ്ങനെ കുറച്ച് ദിവസം വണ്ണപ്പുറത്ത് നിന്ന് പിന്നെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി. അമ്മ പറഞ്ഞു ഇനി ഉള്ള കാലം അവിടെ നിൽക്കാൻ, നമുക്ക് വയനാട്ടിലേക്ക് പോയി, എനിക്ക് നിങ്ങൾ മനസ്സമാധാനം ഇല്ല, നിങ്ങൾ ഇട്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങള് വയനാട്ടിലേക്ക് പോയ സമയത്ത് അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് 1-1.5 വർഷമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. എത്രയ്ക്ക് അനുഭവിച്ചതൊക്കെ ഈ 1.5 വർഷത്തിനിടയ്ക്കാണ്. അങ്ങനെ വാളാട് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് എന്നും ഒച്ചപ്പാടുള്ള കമ്മിറ്റിക്കാര്, ഉമ്മിച്ചിയുടെ ആങ്ങളന്മാര് എല്ലാവരും വന്ന് ഒത്തീർപ്പാക്കി, ഇനി കച്ചറ ഉണ്ടാക്കൂല, ഇനി കുടിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഒത്തീർപ്പാക്കി പോകും. അത് കഴിഞ്ഞ് ഒരാഴ്ച വീണ്ടും പ്രശ്നമില്ലാതെ പണിക്കൊക്കെ പോയി വീണ്ടും പോവും, വീണ്ടും കച്ചറ. അങ്ങനെ വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ. കമ്മിറ്റിക്കാർക്കും ഉമ്മിച്ചിട്ട് ആങ്ങളമാർക്കും ഇത് തന്നെയായി പരിപാടി, അയൽവാസികൾക്കും. പുള്ളീനെ വന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. നമ്മുടെ നാട്ടിലൊക്കെ അന്നൊരു ഒത്തുതീർപ്പാക്കലാണ്. ഫാമിലി പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഭയങ്കര കഴിവാണ് ആൾക്കാരെ കയ്യിലെടുക്കാൻ എന്ന് പറഞ്ഞാല് നോണ പറഞ്ഞിട്ട് ആൾക്കാരെ കയ്യിലെടുക്കും, എന്നിട്ട് ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചെടുക്കും. പുള്ളി കുടിക്കാനുള്ള പൈസ പുള്ളി എങ്ങനെയായാലും ഒപ്പിക്കും. അങ്ങനെ എന്റെ വാപ്പിച്ചിയുടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പിച്ചിയുടെ വീട്ടുകാരൊക്കെ അടുത്തായിരുന്നു. അപ്പൊ അവര് സ്ഥലം വീതം വെക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ സ്ഥലം വാപ്പിച്ചിയുടെ സ്വത്ത് മക്കൾക്കുള്ളതാണല്ലോ. അപ്പൊ എനിക്കും സുബിക്കും നെസിക്കും കൂടെ വാപ്പിച്ചിയുടെ ഒരു വീതം കിട്ടി. വീതം എന്ന് പറഞ്ഞ ഒരു മൊട്ടക്കുന്നായിരുന്നു കേട്ടോ. അന്ന് ചാച്ചിക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അപ്പൊ ആ സ്ഥലം വീതം ഞങ്ങൾക്ക് 3 ആക്കും. എത്രയാ, 1 ഏക്കർ മറ്റേ 3 ആക്കും കൂടെ അവര് തന്നു. കാരണം അവിടെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു വാപ്പിച്ചിയുടെ പേരൻസിന്. അപ്പൊ വാപ്പിച്ചിയുടെ വല്യപ്പച്ചി മരിച്ചുപോയി, വല്യമ്മച്ചി മരിച്ചുപോയായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാം വീതം വെക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും തരില്ല എന്നൊക്കെ അവര് പറഞ്ഞു. പക്ഷെ കമ്മിറ്റിക്കാരൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു, എന്നോ മക്കൾക്ക് കൊടുക്കണം, അയാളുടെ മക്കളാന്ന് എല്ലാവർക്കും അറിയാം, അപ്പൊ മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാരൊക്കെ ഇടപെട്ട് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടി. അപ്പൊ എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ വയനാട്ടിലേക്ക് താമസം മാറ്റിയ സമയത്ത് ഒറ്റ പൈസ ഇല്ല കയ്യില്. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ആ സ്ഥലം വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഉമ്മിച്ചിയും സമ്മതിച്ചു, സ്ഥലം വിൽക്കാണെങ്കിൽ വിറ്റോളം പറഞ്ഞു. ആ കുന്നില് മുകളിൽ കിടന്നിട്ട് അവിടെ വീട് വെക്കാനൊന്നും പറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അവിടെ വീടൊക്കെ വെച്ച ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ബിക്കോസ് അവിടെ ഇപ്പോഴത്തെ കാലം കുറെ മാറിയല്ലോ, റോഡായി, വഴിയായി, അന്നൊന്നുമില്ല. അങ്ങനെ ആ സ്ഥലം 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അരേക്കറിന്റെ അടുത്തുണ്ടായി. ആ സ്ഥലം 2000 രൂപ കൊടുത്തു. ആ പൈസ എനിക്ക് തന്നൊന്നുമില്ല, അത് പുള്ളി എടുത്ത് കുടിച്ചു തീർത്തതും. പിന്നെ ഉമ്മിച്ചിയും ഗൾഫിലല്ലോ, പിന്നെ പൈസ ഒന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഉമ്മിച്ചി പറഞ്ഞു ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അന്ന് കൂലിപ്പണിയൊക്കെ വളരെ കുറവാ. അപ്പൊ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ എന്തെങ്കിലും പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഉമ്മിച്ചി കണ്ണൂർക്കാരുടെ വീട്ടിലന്ന് ജോലിക്ക് പോവായിരുന്നു. അപ്പൊ ഉമ്മിച്ചി എന്തോ ജോലിക്ക് വേണ്ടിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ വീണ്ടും വീട്ടിൽ ഒച്ചപ്പാടും ലഹളയും. പിന്നെ എന്റെ ഉമ്മിച്ചിയുടെ അനിയത്തി കുഞ്ഞുമ്മ, ഞാൻ കുഞ്ഞുമ്മന്ന് വിളിക്കണു, പഠിച്ചവനെ കുഞ്ഞുമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ ഉമ്മിച്ചിയുടെ കുഞ്ഞുമ്മ, ഞങ്ങളുടെ വീട് ഒരു കുന്നൻ ചരിവിലാണ്, അവിടെയാണ് ഞങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഉമ്മിച്ചിയുടെ അനിയത്തി കുന്നിന്റെ ഞങ്ങൾ നിരപ്പെന്ന പറയാം, അവിടെ നിരന്ന സ്ഥലമാണ് കേട്ടോ, കുന്നിന്റെ മുകളിൽ. അവിടെയാണ് പുള്ളിക്കാരത്തി താമസിക്കുന്നത്. പുള്ളിക്കാരത്തി അവിടെ താമസിക്കുകയാണ്, പുള്ളിക്കാരത്തിയും ഫാമിലിയും. അപ്പൊ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ എന്തുപണി എടുക്കും, കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് ഓടിക്കേറി പോകും. കാരണം അടികൊള്ളാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് ഓടിക്കേറി പോകും. അങ്ങനെ അവരെന്നെ സേവ് ചെയ്യും. ഒരു ദിവസം കാണാം, നീ പിന്നെ ഇവിടെ നിക്കില്ലേടി, നീ എങ്ങടെ കയറി പോടേടി. ഞാൻ മുകളിലോട്ട് കയറിച്ചപ്പോ വീട്ടിൽ വലിയ ഫയർ കാണാം. ഫയർ കണ്ടപ്പോ എന്താന്ന് ഞങ്ങൾ വിചാരിച്ച് പുള്ളി മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് കത്തിച്ചതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെയാ പുള്ളി ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത്, ഞാൻ ഇന്ന് എന്നെ തന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒച്ചത്തില് കയറാൻ തുടങ്ങി. കാരണം എനിക്ക് പേടിച്ച് വിറച്ച്, അല്ലെങ്കിൽ തന്നെ എന്നും പേടിച്ച് ലൈഫ് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആ നിമിഷം വരെ എപ്പോഴുണ്ടാവും ഈ മണ്ണെണ്ണയും കന്നാസും പുള്ളിയുടെ കയ്യില്. നിന്നെ ഞാൻ ഒരു ദിവസം കത്തിക്കൂടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓടി
കുഞ്ഞുമാരുടെ അടുത്തേക്ക് ഓടിപ്പോയപ്പോ ഞങ്ങളിങ്ങനെ വലിയ ഫയർ വീടിന്റെ താഴേന്ന് വലിയ തീ കണ്ടു. അങ്ങനെ ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി, കുഞ്ഞുമ്മ കിടന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ അയൽവാസികളൊന്നുമല്ല, ഒരുപാട് ദൂരത്തുനിന്ന് വരെ ആൾക്കാർ ഓടി വന്നു. കാരണം ഞങ്ങൾക്ക് അറിയണില്ല എന്താ സംഭവം, പുള്ളി കത്തണമെന്നാണോ അല്ല വേറെന്താ സംഭവിച്ചതെന്നൊന്നും അറിയാൻ പറ്റണില്ലല്ലോ. അപ്പോഴത്തേക്ക് എന്താ പുള്ളി ചെയ്തെന്നറിയോ, വീട്ടിലുള്ള തുണികളൊക്കെ, ഞങ്ങൾക്കൊരു കിണറുണ്ടായിരുന്നു, കിണറിന്റെ അടുത്തിട്ട് കത്തിച്ചതാണ് കണ്ടത്. ഫുള്ള് തുണികളും വാരിയിട്ട് ഉമ്മിച്ചിട്ട് എന്റെയും കൊച്ചിന്റെയും. അന്നൊന്നും തുണികളൊന്നും അധികമൊന്നുമില്ല, എന്നാലും കുറച്ച് ഉള്ളതൊക്കെ വാരിയിട്ട് പുതപ്പും പായ എല്ലാം കൂടെ വാരിയിട്ട് മണ്ണെണ്ണ വെച്ച് കത്തിച്ചതായിരുന്നു അന്ന്. അപ്പൊ പിറ്റേ ദിവസം വീണ്ടും ഞാൻ കുഞ്ഞുമ്മയുടെ അടുത്ത് നിന്ന് വന്ന് രാത്രിയിൽ ഞാനും കൊച്ചു, ഞങ്ങൾ ആരും ഉറങ്ങിയില്ല കേട്ടോ. കുഞ്ഞുമ്മ ഉറങ്ങിയില്ല, അളിയൊന്നും ഉറങ്ങിയില്ല, ആരും ഉറങ്ങിയില്ല. അന്ന് അവിടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ വെല്ലിക്കും കുഞ്ഞിക്കൊക്കെ പറഞ്ഞു, വെല്ലിക്ക കുഞ്ഞിക്കാന്ന് പറഞ്ഞാൽ എന്റെ അമ്മമാരാട്ടോ, അവരൊക്കെ പറഞ്ഞു നേരം വെളുക്കട്ടെ, അവന് കിട്ടുന്ന ആരെല്ലാം കൊടുക്കണം. ഇപ്പൊ കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ, അത്രയ്ക്ക് വെള്ളമല്ല അവനക്ക്. അപ്പൊ നേരം വെളുക്കട്ടെ, എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനാക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വെയിറ്റ് ചെയ്ത് നേരം ആരും ഉറങ്ങിയില്ല. അന്ന് എല്ലാവർക്കും പേടിയായി, അന്ന് ആരും ഉറങ്ങിയില്ല. വെല്ലിക്കും കുഞ്ഞിക്കും ഒക്കെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഞാൻ കുഞ്ഞുമാരുടെ അടുത്ത് നിന്നു. അങ്ങനെ നേരം വെളുത്തു. പിറ്റേ ദിവസം പുള്ളീനെ വിളിപ്പിച്ചു. പുള്ളി മാപ്പൊക്കെ പറഞ്ഞു. കുഞ്ഞിക്ക ഒരടിക്കൊക്കെ കൊടുത്തന്ന് മാപ്പൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടിവാരം വീടെന്നാണ് പറയണത് ആ വീടിന്, ഞങ്ങളുടെ വീടിന്. കാരണം ഒരു വലിയ കുന്നേന് ഒരു ചെറുവില് കുഞ്ഞു വീട്. അപ്പൊ അടിവാരം വീട്ടിലേക്ക് പോയി. അപ്പൊ അന്ന് രാത്രി തന്നെ പുള്ളി കുടിച്ചിട്ടുണ്ട്. നിന്റെ അമ്മാമാർക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. വീണ്ടും പ്രശ്നമായപ്പോ ഞാനൊന്നും മിണ്ടാന്നില്ല. ഞാൻ കൊച്ചിനെ എടുത്ത് കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് കയറിപ്പോയി. എന്നും കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് കയറിപ്പോ എനിക്ക് മടിയുണ്ട്, പക്ഷെ എനിക്ക് വേറെ രക്ഷയില്ല, ഉമ്മിച്ചി വീട്ടിലില്ലല്ലോ. അപ്പൊ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ ഞാന് പിറ്റേ ദിവസം കുഞ്ഞിക്കാനോട് പോയി പറഞ്ഞു, കുഞ്ഞിക്ക എനിക്കിനി ആവില്ല, കുഞ്ഞിക്ക എങ്ങനെ എന്നെ രക്ഷിക്കാൻ പറഞ്ഞു കുഞ്ഞിക്കാനോട്. അപ്പൊ കുഞ്ഞിക്ക പറഞ്ഞു, ഞാൻ എന്നെ മോളെ ചെയ്യണത്, അവനോട് സംസാരിക്കാൻ നമുക്ക് എങ്ങനെയും ജീവിച്ച് പോവാൻ നോക്ക് എന്ന് പറഞ്ഞു. അന്നത്തെ കാലമൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വീണ്ടും തീർപ്പാക്കി. അയൽവക്കക്കാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ കൂടെ വന്ന് വീണ്ടും ഇത് തന്നെ. രാത്രിയാണ്ട ഇരുട്ടാകുമ്പോഴത്തേക്കും പുള്ളി കുളിച്ചിട്ട് വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കും. ഞാൻ കുഞ്ഞുമാടെ വീട്ടിലേക്ക് കയറിപ്പോവും. ഇത് തന്നെ ഡെയിലി. പിന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി ആവില്ല, എനിക്ക് പറ്റണില്ല, ഇനി സഹിക്കണേന് ക്ഷമിക്കണൊക്കെ ഒരു എന്തോരെന്ന് വെച്ചാൽ സഹിക്കോ ക്ഷമിക്കൊക്കെ ചെയ്യുന്നേ. അങ്ങനെ കുഞ്ഞിക്കാനോടും പറഞ്ഞു, എല്ലാം കുഞ്ഞിക്കാനോടും അമ്മായിനോടും പറയല്ല. അന്ന് അവിടത്തേക്ക് ഞങ്ങള് പോകുന്ന കാര്യത്തിനും. അത് തറവാട് വീടായിരുന്നല്ലോ. തറവാട് വീടെന്ന് പറഞ്ഞാൽ വെല്ലുമിച്ചുള്ള വീടായതുകൊണ്ട് അത് അവരുടെ വീടാണ്. പക്ഷെ അവിടത്തേക്കാണ് എല്ലാ കാര്യത്തിനും, കുഞ്ഞിക്കാരുടെ അടുത്തേക്കാണ് ഓടിച്ചില്ല. കുഞ്ഞിക്കാനോട് ഞാൻ പറഞ്ഞു, ഇനി പറ്റില്ല കുഞ്ഞിക്കാന്ന്. അപ്പൊ അമ്മായിയും പറഞ്ഞു, അത് തന്നെയാ, ഇതെങ്ങനെ ഇങ്ങനെ എന്താ ശരിയാവാ,